അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളാറിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ സൈൻ തീറ്റ. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി എ വേർ ആർ ഈസ് ദ റീജിയൻ. വേർ ആർ ഈസ് ദ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ ആർ ഈസ് ദ റീജിയൻ ഇൻ ദ റീജിയൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 2. ഔട്ട്സൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 2. പിന്നെ ആൻഡ് ഇൻസൈഡ് ദ കാർഡിയോഡ്. ഇൻസൈഡ് ദി കാർഡിയോഡ്. Inside the cardioid, radius is equal to 2 into 1 plus cos theta. ഓക്കെ, അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ്, ഒരു റേഡിയസ് 2 ഉള്ള സർക്കിളിന്റെ പുറത്തായിട്ട് വരും. പിന്നെ ഇൻസൈഡ് ഓഫ് കാർഡിയോഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫിഗർ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ കാർഡിയോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കാർഡിയോഡ് ഇരിക്കുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 0,-2 ആണ്. അതുപോലെ തന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0,2 ആണ്. ഈ പോയിന്റ് 2 into 1 plus cos theta അല്ലേ. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ y ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 0,-2. അതുപോലെ തന്നെ പോസിറ്റീവ് y ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 0,2 ആണ്. അതാണ് നമ്മുടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സർക്കിൾ വരയ്ക്കാം. ഇപ്പൊ സർക്കിൾ നമ്മൾ ഇവിടെ നിന്ന് 2 എന്ന് എടുത്തിട്ട് റേഡിയസ് 2 അല്ലേ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോകും അല്ലേ. നമ്മളെ സർക്കിൾ ഇങ്ങനെ വരും. അപ്പൊ നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാ. ഇത് വരും നമ്മളുടെ റീജിയൻ അല്ലെ. നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വാർട്ടറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിന്റെ എന്ന് പറയുമ്പോൾ നമ്മളെ റീജിയൻ അവിടെ വരെ വരത്തുള്ളൂ. നമ്മളെ റീജിയൻ എന്ന് പറയുമ്പോൾ ഇതേ ഉള്ളൂ അല്ലേ, ഇത്രേ വരത്തുള്ളൂ. ഫസ്റ്റ് ക്വാർട്ടറിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോൾ ഇത്രേ വരത്തുള്ളൂ. ഇതിന്റെ മണ്ടയ്ക്കോട്ട് വരും. ഈ ലൈൻ ഇതാണ് നമ്മളെ റീജിയൻ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റീജിയൻ അതാണ്. അപ്പം നമ്മളുടെ 6 വേരി ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാ? ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നല്ലേ പറയുന്നത്. സർക്കിളിന്റെ റേഡിയസ് എവിടം വരെ ഉണ്ട്? 2 അല്ലേ. അപ്പം 2 തൊട്ട് എവിടം വരെ? കാർഡിയോഡിന്റെ റേഡിയസ് വരെ. കാർഡിയോഡിന്റെ റേഡിയസ് എവിടം വരെ ഉണ്ട്? 2 into 1 plus cos theta അല്ലേ. 2 into 1 plus cos theta. കാർഡിയോഡിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ 2 into 1 plus cos theta ആണ്. അപ്പം സർക്കിളിന്റെ റേഡിയസ് തീരുന്നത് 2 ആണ്. കാർഡിയോഡിന്റെ റേഡിയസ് എവിടം വരെ ഉണ്ട്? 2 into 1 plus cos theta വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ റേഡിയസ് വേരി ചെയ്യുന്നത് 2 to 2 into 1 plus cos theta ആണ്. പിന്നെ നമ്മളെ തീറ്റ എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? നമ്മുടെ റീജിയൻ എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്? ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമേ ഉള്ളൂ നമ്മളെ റീജിയൻ. അപ്പൊ 0 to π/2 അല്ലേ. 0 to π/2 വരെ ഉള്ളൂ നമ്മുടെ റീജിയൻ. അപ്പൊ നമുക്ക് ലിമിറ്റ് എല്ലാം കിട്ടിയില്ലേ? ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ ഇന്റഗ്രൽ, രണ്ടാമത്തെ ഇന്റഗ്രൽ സൈൻ തീറ്റ ഇൻറ്റു ഡി എനെ എങ്ങനെ എഴുതാം? ആർ ഡി ആർ ഡി തീറ്റ അല്ലെ. ആർ ഡി ആർ ഡി തീറ്റ. ഡി എനെ മാറ്റി ആർ ഡി ആർ ഡി തീറ്റ എടുത്തു. ഡി തീറ്റ ആദ്യം ആറിന്റെ ലിമിറ്റ് കൊടുക്കാം. അപ്പൊ അകത്ത് കൊടുക്കാം 2 into 2, ലോവർ ലിമിറ്റ് 2, അപ്പർ ലിമിറ്റ് 2 into 1 plus cos തീറ്റ. പിന്നെ തീറ്റയുടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to π/2.
ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to π/2 അതേപടി എഴുതി. ഇനി ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈൻ തീറ്റ അവിടെ കോൺസ്റ്റന്റ് അല്ലേ, സൈൻ തീറ്റ അതേപോലെ ഞാൻ അവിടെ എഴുതി. ഇനി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, r²/2. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ ആറിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 into 1 plus cos theta into d theta കൊടുത്തു. ഇനി നമുക്ക് ആറിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ആറിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to π/2. ആറിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ആറിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 into 1 plus cos theta അല്ലേ. അപ്പോൾ 2 into 1 plus cos theta അപ്ലൈ ചെയ്യാം. അപ്പൊ 2 into 1 plus cos theta. r²/2 അല്ലേ. r²/2ന്റെ അവിടെ 2 കോൺസ്റ്റന്റ് അല്ലേ, ആ 2 നമുക്ക് പുറത്തേക്ക് എടുത്തല്ലേ. അപ്പൊ സൈൻ തീറ്റ/2 എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 into 1 plus cos theta the whole square അല്ലേ, r² അല്ലേ, മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്ര, 2². r²ന്റെ അവിടെ ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് 2² കിട്ടി. d theta ഇന്റഗ്രൽ 0 to π/2. ഇനി നമുക്ക് സ്ക്വയർ എല്ലാത്തിനും കൊടുത്തേ സൈൻ തീറ്റ/2. സ്ക്വയർ എല്ലാത്തിനും കൂടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 4 1 plus cos theta the whole square minus 4 d theta. ഇവിടെ രണ്ടിടത്തും രണ്ട് ടേമിന്റെ അകത്തും 4 കോമൺ അല്ലേ, 4 ഞാൻ പുറത്തേക്ക് എടുത്തു. 0 to π/2 4 കോമൺ പുറത്തേക്ക് എടുക്കുമ്പോൾ 4 into സൈൻ തീറ്റ/2 അല്ലേ. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വരും, 1 plus cos theta the whole square minus 1 അല്ലേ. 4 എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു 4 പോവും, ഇവിടുന്ന് ഒരു 4 പോവും, പിന്നെ d തീറ്റ വരും. അപ്പൊ ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ, 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ 1/2 ന്യൂമറേറ്ററിൽ 2 വരും. അപ്പൊ നമ്മുടെ ഇതെന്ന് പറയുന്നത് 2 into സൈൻ തീറ്റ എന്ന് പറ്റും അല്ലേ, 2 into സൈൻ തീറ്റ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും, ഇതിനെ ഒരു എളുപ്പ മാർഗത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ 1 plus cos തീറ്റയ്ക്ക് t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്ത സൈൻ തീറ്റ d തീറ്റ പുറത്തെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 plus cos theta equal to t. ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓരോന്നും അകത്ത് കൊടുത്ത് അങ്ങനെ അതിനെക്കാട്ടി എളുപ്പമെന്ന് ഞാൻ നോക്കിയാൽ വെച്ചിട്ട് 1 plus cos തീറ്റയ്ക്ക് t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എന്നിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുക. 1നെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്, 0 പ്ലസ് കോസ് തീറ്റനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഈക്വൽ ടു ഡി ടി കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയത് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഡി ടി കിട്ടി അല്ലേ. നമ്മളുടെ ഇവിടത്തെ ടൈമില് സൈനും ഡി ടി അവിടെ ഒന്നും മൈനസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ മൈനസ് അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പൊ സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് ഡി ടി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു അപ്പം ലിമിറ്റും മാറും. അപ്പൊ ലിമിറ്റ് മാറ്റാം. ആദ്യം നമുക്ക് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1 plus cos തീറ്റ ഈക്വൽ ടു ടി അല്ലേ. തീറ്റയ്ക്ക് ആദ്യം 0 കൊടുക്കാം. അപ്പൊ 1 plus cos 0 ഈക്വൽ ടു ടി. cos 0 എന്താണ്, 1 അല്ലേ, അപ്പൊ നമുക്ക് 1 ഈക്വൽ.
ഇപ്പൊ ടീന്റെ വാല്യൂ എന്താ 2. ടീന്റെ ലോവർ ലിമിറ്റ് കിട്ടിയത് 2. ഇനി അടുത്തത് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ π/2 അല്ലേ, തീറ്റയുടെ വാല്യൂ π/2 കൊടുക്കാം. അപ്പൊ നമുക്ക് ടീയുടെ അപ്പർ ലിമിറ്റ് വരും cos π/2 ഈക്വൽ ടു ടി. ഇപ്പൊ 1 + cos π/2 എന്ന് പറയുന്നത് എത്ര, 0 അല്ലേ. അപ്പൊ 1 + 0 ഈക്വൽ ടി. ഇപ്പൊ എന്ത് കിട്ടും, ടീയുടെ വാല്യൂ 1 കിട്ടും. ഇപ്പൊ ടി വേരീസ് ഫ്രം 2 to 1 അല്ലേ. ടി വേരീസ് ഫ്രം 2 to 1. കോൺസ്റ്റന്റ് അതേപടി എഴുതി 2 ഇൻറ്റു സൈൻ സൈൻ തീറ്റ ഡി തീറ്റ അത് അവസാനം കൊടുക്കാം നമുക്ക്. ഈ 1 + cos സ്ക്വയർ 1 + ഇതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണേ. ഈ സൈൻ തീറ്റ ഞാൻ പുറകെ കൊണ്ടെഴുതും. ഇൻറ്റു അല്ലേ, ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ എഴുതാം. ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പുറത്തും അപ്പുറത്തും ഏതെങ്കിലും ഒരേ പോലെ അല്ലേ. എന്നിട്ട് ഞാൻ ഈ ടൈമിന് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ 1 + cos തീറ്റയ്ക്ക് ഞാൻ എന്തോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ടി. ഇപ്പൊ ടി സ്ക്വയർ എന്ന് വന്നു അല്ലെ. 1 + cos തീറ്റ അത് ഹോൾ സ്ക്വയർ അല്ലേ. ഇപ്പൊ ടി സ്ക്വയർ എന്ന് വന്നു. എന്നിട്ട് -1. പിന്നെ സൈൻ തീറ്റ ഡി തീറ്റ അല്ലേ. സൈൻ തീറ്റ ഡി തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ, മൈനസ് ഡി ടി. മൈനസ് ഇൻറ്റു ആണ്, മൈനസ് ഇൻറ്റു ഡി ടി. അപ്പൊ ഈ മൈനസ് വേണമെങ്കിൽ നമുക്ക് -2 എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ കൊടുത്തേക്കാം. എന്നിട്ട് ആ -2നെ പുറത്തേക്ക് ഞാൻ എടുത്ത് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതി. എന്നിട്ട് ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡി ടി. വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിൽ ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, t³/3 മൈനസ് 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു ഡി ടി 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി കിട്ടും. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടെ എഴുതിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ -2നെ പുറത്തേക്ക് എടുക്കും. ഇപ്പൊ ഇന്റർവെലിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത്, 2 to 1 t² -1 dt. അപ്പൊ നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് സുഖമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ, t² -1നെ. അപ്പൊ ആദ്യം t² ഇന്റഗ്രേറ്റ് ചെയ്യാം. t² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, t³/3 മൈനസ് 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത t കിട്ടും. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2 അല്ല 2 to 1 അല്ലേ. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 to 1 ഇല്ലേ. ഞാൻ ആ ലിമിറ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുവാണേ. 1 + cos 0 = t. 1 + 1 = അപ്പൊ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 to 1 ആണ്. 2 to 1. -2 ഇൻറ്റു ആദ്യം നമുക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ടിയുടെ സ്ഥാനത്തെല്ലാം 1 കൊടുക്കാം. അപ്പൊ 1³ എന്ന് പറയുമ്പോൾ 1 തന്നെ /3 -1 മൈനസ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലോവർ ലിമിറ്റ് കൊടുക്കാം. 2³ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 8. അപ്പൊ 8/3. 2³ എന്ന് പറയുമ്പോൾ 8 ആണ്. 8/3 -2. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ സോൾവ് ചെയ്യാം. -2 ഇൻറ്റു 1 - 1/3. അപ്പൊ അതിന്റെ -2/3. ബാക്കിയെല്ലാം കാൽക്കുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ്. മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് എത്ര വരും, ബ്രാക്കറ്റിന്റെ അകത്ത് 6/3 വരും അല്ലേ. അല്ല 6 അല്ലല്ലോ, 2/3 വരും. 2/3. അപ്പൊ രണ്ടും മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യും. അപ്പൊ -2 ഇൻറ്റു ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യും. -2/3. അപ്പൊ -2 ഇൻറ്റു -4/3. അപ്പൊ ആൻസർ വരുന്നത് 8/3. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 8/3 ആണ്. അപ്പൊ നമ്മുടെ റീജിയന്റെ നമുക്ക് കിട്ടിയത് 8/3 ആണേ. 8/3 ആ റീജിയൻ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയപ്പോൾ 8/3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 8/3.
ഓക്കെ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ വോളിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം.